കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണ ക്ഷാമത്തെക്കുറിച്ചുള്ള ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ഈ വെളിപ്പെടുത്തലുകൾ ശരിവെക്കുന്ന അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് കൊല്ലം സ്വദേശി ബാബു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അമ്മയുടെ ചികിത്സയ്ക്കായി പോയ തനിക്ക് മോശം അനുഭവമാണ് ഉണ്ടായതെന്ന് ബാബു പറഞ്ഞു. അമ്മയ്ക്കുള്ള സിറിഞ്ച് പോലും പുറത്തുനിന്ന് മേടിക്കേണ്ടി വന്നുവെന്നും ഒരു മരുന്ന് പോലും സൗജന്യമായി ലഭിച്ചില്ലെന്നും ബാബു ആരോപിച്ചു. ജൂൺ 11-നാണ് വീടിനുള്ളിൽ വീണ് ചെല്ലമ്മയുടെ കാലൊടിഞ്ഞത്. തുടർന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുചെന്നെങ്കിലും ചികിത്സ ലഭിച്ചില്ല. പിന്നീടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. ഡോക്ടറെ കണ്ട ശേഷം അമ്മയ്ക്ക് കാലിൽ കമ്പിയിടേണ്ടി വരുമെന്ന് പറഞ്ഞു. തുടർന്നുള്ള ദിവസങ്ങളിൽ ചികിത്സയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും താൻ പുറത്തുനിന്നാണ് വാങ്ങിയത് എന്നും ബാബു പറഞ്ഞു. സിറിഞ്ച് പോലും പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നു. ട്രിപ്പ് ഒഴികെ ഒരു മരുന്ന് പോലും അവിടെ നിന്ന് സൗജന്യമായി ലഭിച്ചില്ല. 12 ദിവസത്തോളം വാർഡിലുണ്ടായിരുന്നു. അവിടെ എല്ലാ രോഗികളും ബുദ്ധിമുട്ടുകയാണ്. 85,000 രൂപയാണ് തനിക്ക് ഇതുവരെ ചിലവായതെന്നും ബാബു പറയുന്നു. അമ്മയ്ക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ടായിരുന്നു. എന്നാൽ സൂപ്രണ്ട് ഓഫീസിൽ ചെന്നപ്പോൾ പ്രായം കഴിഞ്ഞു പോയെന്നും സൗജന്യ ചികിത്സ നൽകാനാകില്ലെന്നുമായിരുന്നു മറുപടി. കടം മേടിച്ചാണ് അമ്മയുടെ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്തിയത്. ട്രിപ്പിടുന്ന ട്യൂബ് പോലും അവിടെ സ്റ്റോക്കില്ല. ഒരു സാധനം പോലും അവിടെ നിന്ന് തനിക്ക് കിട്ടിയിട്ടില്ലെന്നും ബാബു കൂട്ടിച്ചേർത്തു. ഒരു രോഗിക്ക് പോലും ഇനി ഈ അവസ്ഥയുണ്ടാകരുതേ എന്നും ബാബു അഭ്യർത്ഥിച്ചു. മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തെക്കുറിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉയർത്തിയ ആരോപണങ്ങൾ വലിയ ചർച്ചയായിരുന്നു. ആശുപത്രിയിൽ ഉപകരണങ്ങളില്ലെന്നും അവ വാങ്ങി നൽകാൻ ഉദ്യോഗസ്ഥരും മറ്റുള്ളവരുടെയും ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുന്നില്ലെന്നുമായിരുന്നു ഹാരിസ് ചിറക്കൽ പറഞ്ഞത്. ഗുരുതര പ്രശ്നങ്ങളുമായി വരുന്ന രോഗികളുടെ ഓപ്പറേഷൻ അടക്കം മാറ്റിവെക്കേണ്ടി വരികയാണെന്നും മികച്ച ചികിത്സ നൽകാൻ ഡോക്ടർമാർ തയ്യാറായിട്ട് പോലും അനങ്ങാപ്പാറ പോലെ ബ്യൂറോക്രസിയുടെ മതിൽ മുൻപിൽ നിൽക്കുകയാണെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ കുറ്റപ്പെടുത്തിയിരുന്നു. പലരോടും അപേക്ഷിച്ചിട്ടും യാതൊരു പരിഹാരവുമില്ലെന്നും ഹാരിസ് പറഞ്ഞിരുന്നു.